ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഇന്ന് ഞങ്ങൾ ശരിക്കും ഇന്ന് നൈറ്റും 2 മണി തൊട്ട് നാളെ അയർലൻഡിന്റെ ചരിത്രത്തിൽ തന്നെ വേറെന്തൊക്കെ ചെയ്യും? ഡാഡി ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? ഡാഡിയോട് എന്താ കുഞ്ഞിന് പറയാനുള്ളേ? അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് അയർലൻഡിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഉള്ള ഇതുവരെ അടിച്ചേക്കുന്ന സ്റ്റോമിൽ നിന്ന് ഏറ്റവും അതിൽ നിന്നും കൂടുതൽ സ്പീഡിലുള്ള സ്റ്റോം ഇന്ന് നൈറ്റ് അടിക്കാൻ പോവാണ് കേട്ടോ. സ്റ്റോം ഇയോൺ അല്ലെ, ഇയോൺ. അത് രാത്രി 2 മണി തൊട്ട് ഇന്ന് രാത്രി 2 മണി തൊട്ട് നാളെ 10-12 മണി വരെ നല്ല ഹെവി സ്റ്റോം അടിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏകദേശം 130 മുതൽ 198 വരെ km/h വിൻഡ് ഗഡ്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇക്വലന്റ് നോക്കുവാണെങ്കിൽ കാറ്റഗറി 3 ഇക്വലന്റ് ആയിട്ടുള്ള ഹരിക്കെയിൻ, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള വിൻഡ് ഗഡ്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ട്രാവൽ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി 23 ആണ് കേട്ടോ. 24 നൈറ്റ് ഏർലി മോർണിംഗ് മുതലാണ് അടിക്കുന്നത്. എന്ന് വെച്ചാൽ 24 2 o'clock മുതൽ ഏർലി മോർണിംഗ്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട്. അപ്പൊ അതാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഇപ്പം ഇവിടെ സ്റ്റോം വന്നു കഴിഞ്ഞാൽ നോർമലി ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ കടൽ തീരത്തൊന്നും താമസിക്കാത്തതുകൊണ്ട് കടൽ തീരത്ത് താമസിക്കുന്നവർക്ക് ഒരുപാട് അറിയാൻ പറ്റും ഈ സ്റ്റോമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പം നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി. കാരണം ഇവിടെ എന്തായാലും ഉറപ്പായിട്ട് കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ക്യാൻഡിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. പിന്നെ ബാറ്ററിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചാർജ് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഓൾറെഡി ഒരു ബാറ്ററി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് ചാർജ് ചെയ്ത് വെക്കണം. പിന്നെ ടോർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ ടോർച്ച് എടുത്ത് വെക്കണം. പിന്നെ ഞങ്ങൾ ഇതുപോലെ തടി കത്തിക്കാൻ വേണ്ടി കുറച്ച് തടി വാങ്ങി വെച്ചിട്ടുണ്ട്, ഫയർ പ്ലേസ് കത്തിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് ഞങ്ങളുടെ ടോർച്ച് ഇവിടെ ചാർജിൽ വെച്ചിട്ടുണ്ട്. അപ്പം അത് ഓൾറെഡി ചാർജ് ഓണാക്കി ഫുൾ ചാർജിൽ വെച്ചേക്കണം. പിന്നെ കുറച്ച് പറഞ്ഞ പോലെ നമുക്കിവിടെ കുറച്ച് മെഴുകുതിരികൾ ഓൾറെഡി ഉണ്ട്. പിന്നെ നൈറ്റിൽ വരുന്നതുകൊണ്ടും എല്ലാവരും സ്ലീപ്പായിരിക്കും. മോർണിംഗ് ആകുമ്പോഴത്തേക്കും ചിലപ്പം ഇതൊക്കെ റിക്കവർ ആവാൻ ചാൻസ് ഉണ്ട്. ഇലക്ട്രിസിറ്റി പോയാൽ തന്നെ മോർണിംഗിൽ ഇലക്ട്രിസിറ്റി ഒക്കെ റിക്കവർ ആവാൻ ചാൻസ് ഉണ്ട്. 10 മണി വരെയാണ് 10 മണി കഴിഞ്ഞിട്ട് ഈവനിങ് ഇലക്ട്രിസിറ്റി പോയാലും ഈവനിങ് റിക്കവർ ആവാനുള്ള ചാൻസസ് ഉള്ളൂ. പിന്നെ ഈ സ്റ്റോമിന്റെ ഇടയിൽ ഇലക്ട്രിസിറ്റി പോയാലും അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് വണ്ടി ഒന്ന് ഓടിച്ചു പോയി ചെയ്യാനുള്ള സേഫ്റ്റി അതൊക്കെ നോക്കിയിട്ടേ അവർ ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും പുറത്ത് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് എടുത്ത് ഒതുക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പൊ അത് ഞങ്ങൾ ചെയ്യാൻ പോവാ. ഇപ്പം നല്ല കാമൻ ക്വയറ്റാണ്. പക്ഷെ നമുക്ക് മേഘങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇനി മേഘങ്ങൾ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഇനി നീങ്ങി വരും. അപ്പൊ ഞങ്ങൾക്ക് ചെറിയ കാറ്റുണ്ടായിരുന്നു, രാവിലെ ഉണ്ടായിരുന്നു കാറ്റ്. ഇപ്പം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങ് സെറ്റിലായി, നല്ല വെയിലൊക്കെ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതില് നമ്മളൊരു ഡയലോഗ് പറയല്ലേ, ഇത് ഏരിയ പോകുന്ന തീഴ് ആളിക്കത്തലിന് മുന്നൊരു അതാ. ഞങ്ങൾക്ക് ഈ പൈപ്പ് ഒരിച്ചിരി ചരിഞ്ഞ് നിൽക്കും. അപ്പോൾ അതെനിക്ക് ഫിക്സ് ചെയ്യണം. അപ്പം ഞാൻ അകത്ത് പോയിട്ട് ഏണി എടുത്തിട്ട് വരട്ടെ. ഫ്രണ്ട്സ്, ഒരു നമ്മൾ 4-in-1 ജംപ് സ്റ്റാർട്ടർ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ചാർജ് ചെയ്ത് വെക്കാം. അപ്പം ജംപ് സ്റ്റാർട്ടിനല്ല, പക്ഷേ ഇതിൽ നിന്ന് USB വെച്ചിട്ട് നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാം. USB-യുടെ ഇതും പിന്നെ ഒരു LED ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇലക്ട്രിസിറ്റി നമുക്ക് ലേറ്റ് ആയിട്ട് വന്നാൽ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനും ഒക്കെ അത്യാവശ്യം യൂസ്ഫുൾ. അടുത്ത് ഇന്ന് ചാർജ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഒന്ന് ചാർജ് ചെയ്യായിരുന്നു. അത് ചാർജ് ആവണമെങ്കിൽ കുറെ ടൈം എടുക്കുമല്ലോ. കുഞ്ഞുസിന്റെ അടുത്തൊന്ന് മാറ്റി വെക്കാം, മുകളിലോട്ട് കാണാൻ വെച്ചേരെ. ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞ് വീണപ്പോഴത്തേക്കും ഈ മഞ്ഞ് ഉരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം വന്ന് ഇതിനകത്ത് ഇങ്ങനെ തള്ളും. അപ്പോൾ ആ വെയിറ്റ് കാരണം ഇതിങ്ങനെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വിട്ടുപോയതല്ല, അത് അവിടുന്ന് വെയിറ്റ് കാരണം അത് മറ്റേടത്തോട്ട് പ്രഷർ പോയിട്ട് അതിങ്ങനെ ചെറുതായിട്ടൊന്ന് താന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്തതാണ്. അപ്പം ആ ഒരു ഇതിലോട്ട് കയറ്റി വെക്കണം. ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്തത്. ഇവിടുന്ന് ഒരു തള്ളോടെ കൊടുക്കാൻ ചെറുതായിട്ട്. അപ്പോൾ അത് കറക്റ്റ് അവിടെ ഇരിക്കുമല്ലോ. ഇവിടെ തള്ളയില്ല, അങ്ങനെ അത് ശരിക്കും അത്രേ വെക്കത്തുള്ളൂ. കാരണം വീടൊക്കെ വാങ്ങുമ്പോൾ നമ്മളിതെല്ലാം നമ്മൾ തന്നെ ഫിക്സ് ചെയ്യണം. ഈ ചെറിയ ചെറിയ പണിക്കൊന്നും ആരും വരത്തില്ല. അല്ലെങ്കിൽ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളെ വിളിച്ചാൽ അത് വാങ്ങുന്നതിൻ്റെ ഇരട്ടി പൈസ നമ്മൾ കൊടുക്കണം അല്ലേ? അതല്ല, ഇപ്പൊ സ്റ്റോം വരുമ്പോൾ ഇത് ഇളവി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കാറ്റ് പിടിച്ച് ഇത് അടിച്ച് താഴെ പോയാൽ പിന്നെ അതിനെക്കാട്ടി പണി, എക്സ്ട്രാ പൈസ. പിന്നെ അതുമല്ല, ഇപ്പം ഒരു
നമ്മളെ ഇവിടെ ഇങ്ങനെ ഇലയൊന്നും വീഴുന്ന അത്ര പ്രശ്നമില്ല. ഇലയൊക്കെ വീഴുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം വലിയ മരമൊക്കെ മുകളിലുണ്ടെങ്കിൽ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം ഈ പാത്തി. അല്ലെങ്കിൽ അത് വന്ന് കിടന്ന് വെയിറ്റ് കൂടിയിട്ട് ഇത് ഓവർഫ്ലോ ആവും. പിന്നെ അതുമല്ലാതെ ഇത് ചീത്തയാവും. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ ഇത് പോകും. നമുക്ക് പിന്നെ അങ്ങനെ ഇല വലുതായിട്ടും റൂഫിൻ്റെ മുകളിൽ വീഴത്തില്ല. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇതും സെയിം തന്നെ വെയിറ്റ് കൂടിയിട്ട് നമ്മുടെ സെപ്റ്റിക് ടാങ്കിന്റെ അവിടേക്ക് പ്രഷർ വന്ന് അതും ഇങ്ങനെ ഫ്രണ്ടിലേക്കായിട്ട് അവിടെ പൊട്ടിപ്പോയതാ. ഇത് സെപ്റ്റിക് ടാങ്കിന്റെ അതിൽ നിന്ന് മറ്റേ ഒരു എയർ മേലോട്ട് കൊടുക്കുമല്ലോ, ആ പൈപ്പാണ്. ഇത് പോകുമ്പോൾ ഫ്ലഷ് ചെയ്യുമ്പോൾ പോകുമ്പോഴത്തേക്ക് ആ എയർ പുറത്തോട്ട് തള്ളാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൈപ്പാണ്. ഇത് നമ്മൾ വന്നതിന് ശേഷം ഇവിടുത്തെ ഈ ക്ലാമ്പ്, അപ്പോൾ ഈ പൈപ്പ് ഇതുപോലെ നമ്മൾ ഒരു വട്ടം വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ക്ലാമ്പ് പോയിട്ടുണ്ടായിരുന്നു, ഇളകി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് തറ വീണായിരുന്നു. പക്ഷെ ഞങ്ങൾ തന്നെ പിന്നെ ക്ലാമ്പ് വാങ്ങി 2 പുതിയ ക്ലാമ്പെല്ലാം ഫിക്സ് ചെയ്തു. പക്ഷെ ഇതും ഇപ്രാവശ്യം സ്നോ വീണപ്പോഴത്തേക്കും ആ സ്നോവിൻ്റെ വെയിറ്റ് കാരണം കണ്ടോ ഇത് പുറത്തോട്ട് നല്ല രീതിയിൽ പുറത്തോട്ട് തള്ളി. അതെങ്ങനെ വെള്ളം അതിൻ്റെ അകത്ത് കെട്ടിക്കിടന്നതാണ്. എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഇത് മാറ്റേണ്ടി വരും, ഈ എൽ ക്ലാമ്പ്. ശരിയാ, അത് ബിയാൻക്യൂല് വാങ്ങാൻ കിട്ടുമല്ലോ നമുക്ക് ഇതേ സെയിം തന്നെ. ദേഹത്ത് വീഴാൻ നോക്കൂ ഇഷ വെള്ളം. ഞാൻ അവിടെ ഒരു പശ വാങ്ങിയിട്ടുണ്ട്, അത് ചില പൊട്ടുമായിരിക്കും. അത് ഇങ്ങടുത്തെ. ഇപ്പോൾ ഫ്രണ്ട്സ് ഇതിവിടെ ഇങ്ങനെ ഉണ്ടോ, ഇവിടെ ഒരു ക്രാക്ക് ഉണ്ടായിരുന്നു. അത് നമ്മളൊരു പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ടൈറ്റ് ആയിട്ടിരിക്കാൻ ഒരു പാക്കിംഗ് ടൈപ്പ് തൽക്കാലത്തേക്ക് ഒരു പാക്കിംഗ് ടൈപ്പ് വെച്ചു. പക്ഷേ പാക്കിംഗ് ടൈപ്പിൻ്റെ ഒരു പ്രോബ്ലം, വെയിലടിക്കുമ്പോൾ അത് ഇളകി വരും. പക്ഷെ അപ്പോഴത്തേക്ക് പശ വെച്ചത് സെറ്റ് ആയിക്കോളും. ഇല്ലെങ്കിൽ അതിരിക്കുന്നില്ലെങ്കിൽ ബിയാൻക്യൂ അങ്ങനത്തെ സെയിം ക്ലാമ്പ് മാറ്റണം, ഈ എൽ ക്ലാമ്പ്. ഇത് എന്നിട്ട് ഇങ്ങനെ തൽക്കാലം അങ്ങോട്ട് വെച്ചിരുന്നാൽ മതി. ഇച്ചിരി കൂടെ ഇറക്കാണ്ടെന്ന് തോന്നേ. ഓക്കെ, ഇച്ചിരി ഒരു ആ സൈഡ് ഓക്കെ, ഇപ്പൊ കറക്റ്റ്. ഓക്കെ അല്ലേ? കുറേ ഇറങ്ങി ഉള്ളിലേക്കത്. ഇനി നമ്മൾ ചെയ്ത ഇവിടെ ഒരു ചെടിച്ചട്ടി നമ്മൾ ഫ്രണ്ടിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇത് എപ്പോഴും കാറ്റ് പിടിക്കും. ഇത് സാധാ ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ പോലും ആ സൈഡിലത്തെ ഇരിക്കുന്ന ചെടിച്ചട്ടി ഉരുണ്ട് അവിടെ പോയി കിടക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതിപ്പോൾ മാറ്റി വെച്ചത്. ഞങ്ങൾ ഇതുവരെ ക്രിസ്മസ് ലൈറ്റ് മാറ്റിയിട്ടില്ല കേട്ടോ. എന്നും മാറ്റണം എന്ന് കരുതിയിരിക്കും, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ക്രിസ്മസ് ലൈറ്റ് കത്തിക്കുന്നില്ല, പക്ഷെ ഞങ്ങൾ മാറ്റിയിട്ടില്ല. ഇനി നമുക്ക് സോർട്ട് ചെയ്യേണ്ട ഈ 2 സാധനങ്ങളാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതെപ്പോഴും സാധാ കാറ്റിന് പറത്തി അടിച്ച് ചെറിയ സാധനങ്ങൾ ഇത് ഇവിടെ വരെ കൊണ്ടിടാറുണ്ട്. ഇത് ബോയിലർ റൂമിലോട്ട് അവിടോട്ട് വെക്കാം. അവിടെ വെക്കാവുന്നതേ ഉള്ളൂ. എനിക്കിത് കാണുമ്പോൾ പണ്ട് ചെറിയ അത്യാവശ്യം നല്ല കാറ്റൊക്കെ വരുമ്പം മമ്മി ഇതുപോലെ ചെടിച്ചട്ടിയൊക്കെ അവിടോട്ട് മാറ്റി ഇവിടോട്ട് മാറ്റിയൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടേ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതിപ്പോൾ നാളെ ഉച്ച കഴിയുമ്പോഴത്തേനും നമുക്കിതെല്ലാം തിരിച്ച് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാം. നമ്മളൊരു സേഫ്റ്റി എന്നുള്ള നിലയ്ക്ക് രാത്രിയിലൊക്കെ ഇത് പറത്തി അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ ഇപ്പോഴേ സോർട്ട് ചെയ്ത് വെച്ചാൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ. അത് എവിടെ വെക്കാനാ? അതിൽ കയറുമോ അത്? ഇനി ഇതുകൂടെ ഉള്ളൂ. ഇത് ഞങ്ങൾ വീടിനകത്തോട്ട് വെക്കുവാണ്. ഇതും പിന്നെ ഇതുണ്ട് അല്ല, ബോയിലർ റൂമിൽ. ഇതെല്ലാം ഞാൻ കെട്ടി വെച്ചേക്കും കേട്ടോ. ഈ ഇവിടെ ചെറിയ ടാഗ് വെച്ചിട്ട് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് മരം ഇതില്ലാത്തോണ്ട്, ഇല ഇല്ലാത്തോണ്ട് വലിയ സീനില്ല. പിന്നെ എൻ്റെ ചട്ടി അറിയില്ല, അതെന്തായാലും ഞാൻ എടുത്ത് വെക്കുന്നില്ല. പക്ഷെ മഴ പിടിക്കുന്നു, മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. കാലാവസ്ഥ വീണ്ടും മാറി ഭയങ്കര ക്ലൗഡിയായി. അല്ല, ഇത് ഇവിടെ അയർലൻഡ് ഇതുവരെ അടിച്ചതിൽ ഏറ്റവും ടോപ്പ് സ്പീഡിലാണ് വരാൻ പോകുന്നത്. ഇതുവരെ അടിച്ചത് എനിക്ക് 109 അങ്ങാണ്ടല്ലേ, 109. ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞേക്കുന്നത് 109 ഇതുവരെ അടിച്ചതിൽ ഏറ്റവും ടോപ്പ് സ്പീഡ്. ഇത് 130. അതുപോലെ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം ഏതാണ് അയർലൻഡിലെ സ്ട്രോങ് വിൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇപ്പോഴേ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോം യോൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിന്ന് നൈറ്റിന് പോകണം. അപ്പം പോകുന്ന സമയം എനിക്ക് സീനില്ല, പക്ഷെ രാവിലെ ഇറങ്ങുമ്പോഴത്തേക്കും റെഡ് വാർണിംഗ് ആണ്. അപ്പം എൻ്റെ അടുത്ത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നഴ്സിംഗ് ഹോം അവിടെ തന്നെ റൂം അറേഞ്ച് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം അതിനകത്ത് റെസ്റ്റ് ചെയ്തിട്ട്
ഒരു 10-11 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഡ്രൈവ് ചെയ്ത് പോയാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിനകത്തും വീട് പരിസരത്തും വെച്ചിട്ട് കാറ് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് കവർ ചെയ്യത്തുള്ളൂ. നമ്മൾ ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ കാറിൻ്റെ ഇൻഷുറൻസ് കവർ ചെയ്യത്തില്ല എന്നുള്ള ഒരു ഇത് ഞാൻ ഇത് അറിഞ്ഞായിരുന്നു. പക്ഷേ ഇത് എനിക്ക് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയത്തില്ല, എത്രത്തോളം കറക്റ്റാണെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഓടിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ വലിയ സീനില്ല. അപ്പം മറ്റേ വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒടിഞ്ഞു വീണ് എന്തെങ്കിലും വിൻസ്ക്രീനോ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ വന്നാലും വീട്ടിനകത്തുള്ള പരിസരത്തൊക്കെ ഉള്ള ഇത് മാത്രമേ അവർ കവർ ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് ഇൻഷുറൻസ്. ഫ്രണ്ട്സ്, നമ്മൾ ബിന്ന് രണ്ടും കമത്തിയിട്ട് ലിഡ് ഇതുപോലെ ടൈറ്റായിട്ട് ഇത് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം പോകത്തില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇനി ആ ട്രാമ്പളിൻ കൂടെ ഉള്ളൂ. ട്രാമ്പലിൻ എന്തോ അതുകൂടെ അത് ഞാൻ അവിടെ ഇതിനകത്ത് വെച്ചേക്കാം. അതുകൂടെ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് ഔട്ട്സൈഡിൽ ഇരുന്ന് എന്താ പറയുക, ഈ പറത്തിക്കൊണ്ട് വന്ന സാധനങ്ങളെല്ലാം ഫിക്സ് ചെയ്തു. ഈ തടികളും എല്ലാം പറത്തുമായിരിക്കും, പക്ഷെ ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് അല്ലേ. ഇതുണ്ട്, ഇതിൽ തന്നെ നമ്മൾ ഇങ്ങനൊരു സ്പേസ് ഉള്ളതുകൊണ്ട് കുറേ സാധനങ്ങൾ കയറ്റിയേ. ആ ചെറിയ ചെയർസും, കാരണം എല്ലാ ടൈമും ഇവിടെ കാറ്റടിക്കുമ്പം കുഞ്ഞൂസിൻ്റെ ഈ ടോയ്സ് മൊത്തവും ഇവിടുന്ന് ഉരുണ്ട് പോകാറുള്ളതാണ്. ഇപ്പൊ അകത്ത് കയറ്റാൻ പറ്റില്ല കുഞ്ഞു. ഇവിടെ ഇങ്ങനെ ഹെവി, ഇവിടെ സ്റ്റോം സാധാരണമാണ്, പക്ഷെ ഇങ്ങനെ കാറ്റഗറി 3 കാറ്റഗറി 2 അങ്ങനെയുള്ള ഒന്നും ലിസ്റ്റ് ചെയ്യത്തില്ല, അങ്ങനെയൊന്നും വരത്തില്ല. പക്ഷേ ഇതിപ്പം ഭയങ്കര റയറായിട്ടാണ്, അയർലൻഡിൽ തന്നെ റയറായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇത്രയും ഹെവി സ്റ്റോം കാറ്റഗറി 3 വരുന്നത്. അപ്പോൾ അതൊരു ഹിസ്റ്ററിയിൽ തന്നെ ഉള്ള ഒരു റയർ ഇവൻ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ജസ്റ്റ് വീഡിയോ എടുത്തേക്കാം. കാരണം ഇതൊരു റയർ ഇവൻ്റ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു റെക്കോർഡ് ഉണ്ടാവുമല്ലോ, നമ്മളതെങ്ങനെ ഓരോന്ന് എങ്ങനെ ടാക്കിൾ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം എംറ്റി ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ എല്ലാം ക്ലീൻ ആക്കി. പിന്നെ മരങ്ങളൊക്കെ കണ്ടോ, ഫുള്ള് ഇലയില്ലാതെ നിൽക്കുന്ന സമയത്താണ് കൂടുതലും അയർലാൻഡിൽ സ്റ്റോം വരുന്നത്. വിൻ്റർ ഇതിപ്പോൾ ജനുവരിയിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കാണുന്നത് ഇത്തിരി ലേറ്റായിട്ടായിരിക്കും, കാരണം ഞാൻ ഇപ്പം വളരെ റിലാക്സ് ചെയ്ത വീഡിയോ ഇടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട്, എന്നാലും ഇതൊരു റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു വെറൈറ്റി ഇവൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ്, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം മരങ്ങളെല്ലാം ഇല പൊഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ മരങ്ങൾ വീഴും എന്ന് പറഞ്ഞാലും ഇലയില്ലാത്തതുകൊണ്ട് അധികം കാറ്റ് പിടിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഞങ്ങൾ അവിടെ ബിന്നും എല്ലാം സെറ്റാക്കി എല്ലാം എംറ്റി ആക്കി വെച്ചേക്കുവാണ്. പിന്നെ ഒരു വണ്ടി ഞാൻ കൊണ്ടുപോകും, ഒരു വണ്ടി ഇവിടെ കാണത്തുള്ളൂ. അതും ഇതുപോലുള്ള ചില്ലകളുടെ ഒന്നും സൈഡിൽ ഇടാതെ കുറച്ച് മാറ്റി ഇടുക. അപ്പോൾ ഞാനിന്ന് ഓടി എടുക്കും, അപ്പോൾ ഇത് ഇച്ചിരി മാറ്റി ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ഈ കാറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഈ ഭൂമിയുടെ എല്ലാ നോർത്തേൺ ഹെമിസ്ഫിയറിലുണ്ടാകുന്ന എല്ലാ സാധനങ്ങളെയും ഹരിക്കെയിൻ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഹരിക്കെയിൻ, ടൈഫൂൺ എന്ന് പറയുന്നത്. സദേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാകുന്നതിനെ സൈക്ലോൺ എന്നാണ് കൂടുതലും പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത്, ഇതിപ്പോൾ അറ്റ്ലാന്റിക് ഓഷൻ ആണല്ലോ, ഇവിടെ ഫോം ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ് അതിൻ്റെ ഒരു ഐയും അതിൻ്റെ ഒരു റൊട്ടേഷനും. സദേൺ ഹെമിസ്ഫിയറിൽ വരുമ്പോഴത്തേക്കും അത് ക്ലോക്ക് വൈസ് ദിശയിൽ വരും. ഇപ്പം ഓസ്ട്രേലിയ, അപ്പോൾ അങ്ങോട്ടൊക്കെയുള്ള സ്ഥലങ്ങളിലോട്ട് ക്ലോക്ക് വൈസ് ദിശയിലായിരിക്കും ഈ കാറ്റിൻ്റെ ആ ഒരു ഇത് വരുന്നത് കേട്ടോ. നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ് അതിൻ്റെ മാപ്പ് വരുന്നത്. നമുക്ക് വെതർ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ, BBC വെതർ റിപ്പോർട്ട്, അതിൻ്റെ മാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കാറ്റ് ജസ്റ്റ് ഫോമായി വരുന്ന ആ ഒരു സമയം. പിന്നെ അത് മാറിയിട്ട് ട്രോപ്പിക്കൽ സ്റ്റോം എന്ന് പറഞ്ഞ കാറ്റഗറിയിലോട്ട് മാറും. അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കാറ്റിൻ്റെ സ്പീഡൊക്കെ പിക്കപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ സാധാരണ അയർലൻഡിൽ ട്രോപ്പിക്കൽ സ്റ്റോം മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ മേലോട്ട് വരുമ്പോഴാണ് അത് കാറ്റഗറി 1, 2, 3, 4, 5 വരാവുന്നത്. അപ്പോൾ അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള സ്പീഡ് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കാറ്റഗറി 1 എന്ന് പറയുന്ന ഹരിക്കെയിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 119 km/h മുതൽ 153 km/h വരെയുള്ള സ്പീഡ് വരുന്ന കാറ്റിനെയാണ് ഹരിക്കെയിൻ കാറ്റഗറി 1 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോർമലി കാറ്റഗറി 1 വരെയൊക്കെ ഇവിടെ വരാറുള്ളൂ. അതാണ് അയർലൻഡിലെ ഹിസ്റ്ററിയിൽ ഏറ്റവും ടോപ്പ് വന്ന കാറ്റ് പോലും ഈ ഒരു 109 km/h ആ ഒരു റേഞ്ചിലാണ് വന്നത്. അപ്പോൾ ഇയോൺ ഇപ്പോൾ ഫോം ചെയ്തേക്കുന്നത് 130 km സ്പീഡ് മുതൽ 208 അല്ലെങ്കിൽ 200 km സ്പീഡ് വരെ ചില സ്ഥലങ്ങളിൽ അടിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ
200 കിലോമീറ്റർ സ്പീഡ് വരെ വിൻകട്സ് വരുവാണെങ്കിൽ അതിനെ കാറ്റഗറി 3 എന്ന് പറയുന്ന ഫോമാറ്റിലേക്കാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇതിൽ കാറ്റഗറി 1 കഴിഞ്ഞാൽ കാറ്റഗറി 2ൻ്റെ സ്പീഡ് ലിമിറ്റ് ഞാനൊന്ന് പറഞ്ഞേക്കാം. കാറ്റഗറി 2 വരുമ്പോൾ 154 മുതൽ 177 കിലോമീറ്റർ പെർ അവർ വരെ ഉള്ള കാറ്റിനെയാണ് കാറ്റഗറി 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗഡ്സിലുള്ള കാറ്റുകളെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്കുണ്ടാവും. കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ 178 മുതൽ 208 കിലോമീറ്റർ പെർ അവർ വരെ ഉള്ള കാറ്റ്, ആ ഒരു റേഞ്ചിലുള്ള ഹരിക്കെയിൻസിനെയാണ് അങ്ങനെ കാറ്റഗറി 3 എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം ഇയോൺ എന്ന് പറയുന്നത് ചില ഗഡ്സ് വരുമ്പോഴത്തേക്കും 200 കിലോമീറ്റർ പെർ അവർ വരെയുള്ള വിൻ ഗഡ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സംടൈംസ് അത് ഇക്വലൻ്റ് ടു കാറ്റഗറി 3 ഉള്ള രീതിയിൽ വരെ നമുക്ക് ഇക്വലൻ്റ് ആയിട്ട് തോന്നാം എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ കാറ്റഗറി 4 വരുമ്പോഴത്തേക്കും 209 മുതൽ 251 കിലോമീറ്റർ പെർ അവർ വേഗതയിലുള്ളതിനെയാണ് കാറ്റഗറി 4 ഹരിക്കെയിൻ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ കാറ്റഗറി 5 എന്ന് പറയുന്നത് എനിത്തിങ് ഗ്രേറ്റർ ദാൻ 252 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന ഹരിക്കെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് കാറ്റഗറി 5 കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ. അപ്പം പിന്നെ അതുമല്ല ഇതിൻ്റെ ഒരു നമ്മൾ പ്രിപ്പറേഷൻ മെത്തേഡും വ്യത്യാസമുണ്ട്. പ്രിപ്പറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കാറ്റഗറി 1 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കരുതിയിരിക്കുക, അധികം സ്പീഡൊന്നുമില്ല. ട്രോപ്പിക്കൽ സ്റ്റോം ആണെങ്കിലും കാറ്റഗറി 1 ഒക്കെ ആണെങ്കിലും നമ്മൾ കരുതിയിരിക്കുക, ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെയാണ്. കാറ്റഗറി 2 ആകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ മരങ്ങൾ സിവിയർ വെതർ വാർണിംഗ് എന്നുള്ള രീതിയിൽ വരും. അപ്പം മരങ്ങളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിൽ. പിന്നെ കാറ്റഗറി 3 വരുമ്പോഴത്തേക്കും പറഞ്ഞേക്കുന്നത് അത് പിന്നെ എക്സ്ട്രീം വെതർ വാർണിംഗ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി മരങ്ങൾ വീഴാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നല്ല ഡിഫിക്കൽട്ട് ട്രാവലിംഗ് കണ്ടീഷനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുറത്തൊന്നും പോരുത് എന്നുള്ള രീതിയിലാണ്, വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക എന്നുള്ളതാണ്. കാറ്റഗറി 4 വരുമ്പോഴത്തേക്കും പിന്നെ സേഫ് അല്ലാത്ത ആൾക്കാർ ഇവാക്യുവേറ്റ് ചെയ്ത് സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറാൻ പറയും. അപ്പം നമ്മുടെ ഈ ഓടും അതൊക്കെ മച്ചിൻപുറവും അല്ലെങ്കിൽ ലൂസായിട്ടുള്ള ഇതുള്ള സ്ഥലങ്ങളൊക്കെ ചിലപ്പം ഇളകി തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട് കാറ്റഗറി 4 ഒക്കെ ആണെങ്കിൽ. കാറ്റഗറി 5 ഒക്കെ ആണെങ്കിൽ ഒരിക്കലും കാറ്റഗറി 5 അടിക്കുന്ന സ്ഥലത്ത് അവർ നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നത് ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെ റൂഫും എല്ലാം ഇളകി തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് കാറ്റഗറി 5 ഹരിക്കെയിൻസ് വരുമ്പം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും നമ്മൾ നിൽക്കരുത്, സേഫായിട്ടുള്ള സ്ഥലത്ത് ഇവാക്യുവേഷൻ സെൻറ്ററിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഓടും കാര്യങ്ങളും എല്ലാം ഇളകി തെറിച്ച് മച്ചും അതൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്, ഒത്തിരി പഴയ ബിൽഡിങ്ങുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഇതെല്ലാം ഒത്തിരി എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്തു നിന്നും കാറ്റ് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഇവർ ഇതുണ്ടാക്കിയേക്കുന്നത്, കാറ്റ് പിടിക്കാത്ത രീതിയിൽ. പിന്നെ അത് മാത്രമല്ല ഓടൊക്കെ ആണെങ്കിൽ തന്നെ ഒട്ടും പുറത്തേക്ക് അവർ തള്ളിച്ചിടത്തില്ല. അത് അയർലൻഡിലെ സ്റ്റോമും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് വരുന്നത് കൊണ്ട് അവർ അങ്ങനത്തെ രീതിയിൽ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ മൊത്തം ഇവിടുത്തെ ഒരു വെതറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. വെതർ പ്രതികൂലമായ കാലാവസ്ഥ വരുമ്പോഴത്തേക്ക് അത് പിടിക്കാതിരിക്കാനുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര അങ്ങനെ ഇത് പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. പക്ഷേ കാറ്റഗറി 5 ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവാക്യുവേഷൻ എന്നുള്ള രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കേട്ടോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് കോസ്റ്റൽ ഏരിയകളിലായിരിക്കും. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലൻഡിലും UK മൊത്തത്തിൽ ഇപ്പോൾ റെഡ് വാർണിംഗ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വിൻഗട്സ് ഫീൽ ചെയ്യുന്നത് കോസ്റ്റൽ ഏരിയയിലായിരിക്കും. ഇൻലാൻഡിലേക്ക് വരുമ്പോൾ വിൻഗട്സ് കുറച്ച് കുറഞ്ഞു വരും. പിന്നെ ഇപ്പം പൊക്കത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ വിൻഡുകൾ കൂടുതലായിരിക്കും. അതുപോലെ ഇച്ചിരി താന്ന് നിൽക്കുക ബിൽഡിങ്ങുകളുടെയൊക്കെ ഇടയിലുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിൻഡൊക്കെ കുറച്ച് കുറഞ്ഞ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്തായാലും നൈറ്റിൽ ഡ്യൂട്ടിക്ക് പോകും. അപ്പം ഇവിടെ ലിൻസിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കറണ്ട് പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മെഴുകുതിരിയൊക്കെ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ മോർണിംഗ് ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇടയ്ക്ക് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യാം. നാളെ മോർണിംഗ് ഞാൻ ഇറങ്ങുമ്പം ഇവിടെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷനും എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്തെങ്കിലും മരങ്ങളൊക്കെ വീണിട്ടുണ്ടോ വരുന്ന വഴിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം ഇതൊരു റയർ ഇവൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുക. അപ്പം എന്തായാലും നമ്മുടെ ഒരു മെമ്മറിക്ക് സ്റ്റോം ഇയോൺ എന്ന് പറയുന്ന ഒരു ഹരിക്കെയിൻ വരുമ്പോഴത്തേക്കും ഹരിക്കെയിൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും സ്റ്റോം വരുമ്പോഴത്തേക്കും അതൊന്ന് റെക്കോർഡ് ചെയ്തതേ ഉള്ളൂ. പിന്നെ നമുക്കെന്തോ ഭാഗ്യമുണ്ട്, ഇവിടെ അങ്ങനെ കാറ്റഗറി 5 ഒന്നും അങ്ങനെ അടിക്കുന്ന ഒരു കൺട്രി അല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു സേഫാണ് എന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ കുറേ സ്ഥലത്ത് മരങ്ങൾ വീണ് കിടപ്പുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന നാഷണൽ റോഡിൽ, ഇത് റീജിയണൽ റോഡാണെന്ന് തോന്നുന്നു, റീജിയണൽ റോഡിൽ ഒരു മരം കിടക്കുന്നത്. അപ്പം നമ്മൾ കെയർഫുള്ളായിട്ട് സൈഡിൽ കൂടെ പോവാം കേട്ടോ. ഇത് നന്നായിട്ട് വീണിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഭയങ്കരമായിട്ട്. ഇത് വലിയൊരു മരമാണ്. ഇതാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഇതിന്റെ ഫോട്ടോയാണ്.
വലിയൊരു മരം അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു 10ഓളം വലുതും ചെറുതുമായിട്ടുള്ളൊരു ട്രീ വീണിട്ടുണ്ട്. പക്ഷെ ചിലതൊക്കെ റോഡിന്റെ സൈഡിലാണ്. പക്ഷെ 2-3 നല്ല രീതിയിൽ റോഡിന്റെ അകത്തോട്ട് കയറി കിടപ്പുണ്ട്. അപ്പം ഇന്നലത്തെ വിൻഡിന്റെ എഫക്റ്റ് ആണ് കേട്ടോ, നല്ല ഹെവി ആയിരുന്നു. പിന്നെ കറണ്ട് ഇല്ല, കറണ്ട് പലയിടത്തും കട്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നഴ്സിംഗ് ഹോമിലാണെങ്കിലും കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ജനറേറ്റർ ഉണ്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലും കറണ്ട് ഇല്ലാന്ന് തോന്നുന്നു, ചെന്നിട്ട് നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ സീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മരങ്ങളൊന്നും അധികം ഒടിഞ്ഞു വീണ് കിടപ്പില്ലായിരുന്നു. പിന്നെ ഇവിടെ അത്ര പ്രശ്നമില്ലായിരുന്നു എന്നാണ്, നൈറ്റിൽ അത്ര പ്രശ്നമില്ലായിരുന്നു എന്നാണ് ലച്ചു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കറണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഹീറ്റൊക്കെ വരാൻ വേണ്ടി ഫയർ പ്ലേസ് കത്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് റിലാക്സ് ചെയ്തിരിക്കും. അപ്പം വിൻഡിൻ്റെ ഇത് ഏകദേശം തീർന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെ വലിയ ഗട്ട്സൊന്നും ഇല്ല. പക്ഷേ ഇന്നലെ നൈറ്റ് നഴ്സിംഗ് ഹോമിൽ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു 4 മണിക്ക് നല്ല ഭയങ്കരമായിട്ട് വിൻഡ് അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്രയ്ക്ക് ഇല്ലായിരുന്നെന്നാണ് ലച്ചു പറഞ്ഞത്, ഞങ്ങളുടെ വീടിൻ്റെ അവിടെ. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ, കുറേ മരങ്ങൾ വീണ് കിടപ്പുണ്ട്. അത് ചെറുതും വലുതുമായിട്ട്. വലിയ 2 മരമാണ് ഞാൻ കണ്ടത്. ചെറിയതായിട്ടുള്ളത് കുറേ അധികം വീണ് കിടപ്പുണ്ട് സൈഡിലൊക്കെ. അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ സീനൊന്നുമില്ല. കാരണം ഔട്ട് സൈഡ് ഇറങ്ങി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതെ, ഞങ്ങളുടെ ബിന്ന് പോലും അധികം അനങ്ങിയിട്ടില്ല. അതെ, അതുപോലെ തന്നെ കിടപ്പുണ്ട്. പിന്നെ അവിടെയുള്ള എല്ലാം മാറ്റിക്കൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ആ വിൻഡിൻ്റെ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ, ഇപ്പോഴും സ്റ്റിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിൻ കട്ട്സ് വരുന്നുണ്ട്. പക്ഷേ നൈറ്റിലത്തെ അത്ര ഇല്ല. ശരിക്ക് 1 മണി തൊട്ട് ഒരു 4-5 മണി വരെ ആയിരുന്നു ഭയങ്കര നൈറ്റിൽ ഭയങ്കരമായിട്ട് വിൻഡ് അവിടെ ഞങ്ങളെ നഴ്സിംഗ് ഹോമിൻ്റെ ഒക്കെ ആ സൈഡിൽ അടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ, ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒക്കെ അവിടെ. അപ്പോൾ അങ്ങനെയാണ്. അതാണ് ഇപ്പം അയർലൻഡിൽ അടിച്ച ഏറ്റവും വലിയ വിൻഡിൻ്റെ ഒരു ചെറിയൊരു നമ്മുടേതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം ഫുഡൊന്നും ചൂടാക്കാൻ പറ്റത്തില്ല, കറണ്ട് ഇല്ല. അതുകൊണ്ട് അപ്പം അപ്പുറത്തെ ഫയർ പ്ലേസിൽ വെച്ചിട്ട് ലച്ചു എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ഇതെടുത്ത് വെച്ചേക്കുക, ഫയർ പ്ലേസിൽ ഫയർ ഇട്ടിട്ടുണ്ട്. വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കുക. അതേ വെള്ളം പതുക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ, ചെറിയ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫയർ പ്ലേസിൽ വെച്ചിട്ട് ഗ്രീൻ ടീ ഉണ്ടാക്കി കഴിക്കുകയാണ് ലച്ചു. ഫ്രണ്ട്സ്, കുഞ്ഞൂസ് ഇവിടെ ഫയറിൻ്റെ അടുത്ത് ക്യാമ്പിംഗ് ചെയറൊക്കെ ഇട്ടിട്ട് നല്ല കോസി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ അപ്പുറത്തെ ഫയർ പ്ലേസിൽ വെച്ച് ലച്ചു ഉണ്ടാക്കിയ ഓംലേറ്റ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക, മുട്ട ഓംലേറ്റ്. നല്ല ടേസ്റ്റാണ്. ഇത് സ്ലോ കുക്കാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലായിടവും നല്ല ഒരുപോലെ വെന്ത് വരും. നല്ല ടേസ്റ്റാണ്, നല്ല കോസി. കുഞ്ഞൂസിന് നൂഡിൽസ് ചൂടാക്കി, ഹോട്ട് നൂഡിൽസ് ഫയർ പ്ലേസിൽ വെച്ചിട്ട്. അപ്പം നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇൻഡോർ ക്യാമ്പിംഗ്, ഫയർ പ്ലേസ് വെച്ച് ഇൻഡോർ ക്യാമ്പിംഗ് ചെയ്ത് നമ്മൾ സർവൈവ് ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ ഒരു ക്യാമ്പിംഗ് സ്റ്റൗ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സൂട്ട് കേസ് ഓർഡർ ചെയ്തോ? കുഞ്ഞൂസിന് ഇനി ഹോളിഡേക്ക് പോകുമ്പോൾ കുഞ്ഞു സൂട്ട് കേസ് വേണമെന്നാണ് കുഞ്ഞൂസ് പറഞ്ഞേക്കുന്നത്. കുഞ്ഞൂസിന്റെ ഡ്രസ്സൊക്കെ വെച്ചുകൊണ്ട് പോകാൻ. ടോയ്സ് വെക്കാനാ? ഓക്കെ. ഇപ്പൊ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ, നമ്മള് നല്ല കോസി ആയിട്ടിരിക്കും. ഓക്കെ. പിന്നെ നമുക്കിങ്ങനെ ഫയർ പ്ലേസ് ഇല്ലെങ്കിലും ഒരു
ഗ്യാസ് സ്റ്റൗ വാങ്ങിയാൽ മതി. എന്ന് വെച്ചാൽ ക്യാമ്പിംഗ് ഗ്യാസ് സ്റ്റൗ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ക്വിക്കായിട്ട് ഇതൊക്കെ ചെയ്തെടുക്കാം. നമ്മൾ ഗ്യാസ് സ്റ്റൗവും ചെറിയ ഒരെണ്ണം വാങ്ങി വെക്കണം. കാരണം നമ്മൾക്ക് ക്യാമ്പിംഗ് ഒക്കെ പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പോവാം. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് ഫയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂട് വാട്ടറും കിട്ടും കേട്ടോ. അപ്പം ചൂടുവെള്ളവും കിട്ടും. പിന്നെ വീട് ഹീറ്റാവും. അതുകൊണ്ടാണ് നമ്മൾ ഇത് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇച്ചിരി ഫീൽ ലൈക്ക് -18ഉം -7ഒക്കെയാണ്. രാത്രിയിൽ -16 ആയിരുന്നു ഫീൽസ് ലൈക്ക്. പിന്നെ അതുപോലെ ഇപ്പം നമുക്ക് -7 ആണ്. ഫീൽസ് ലൈക്ക് -7 ആണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇട്ടിങ്ങനെ നമുക്ക് ഇരിക്കാൻ ഒരു സുഖമുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് നമുക്ക് അവിടെ കഴിക്കാം കിച്ചണിൽ. ഫ്രണ്ട്സ് ഏകദേശം രാത്രി 6:30 കേട്ടോ. നമുക്ക് ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. അപ്പം ഇന്നലെ രാത്രി പോയതല്ലേ? ഇന്നലെ രാത്രി പോയതല്ലേ? കുഞ്ഞൂസ് ലൈറ്റ് ഉള്ള ചാർജ് മൊത്തം കളയുവാണേ ലൈറ്റ് അടിച്ചിട്ട്. കുഞ്ഞൂസ് അത് കളിയാ. അപ്പം നമുക്ക് ആകെ ടോർച്ചേ ഉള്ളേ. പിന്നെ ഞങ്ങൾ ചാർജ് ചെയ്ത് വെച്ച ആ ഒരു എമർജൻസി പോലെ അത് വെച്ചിട്ടുണ്ട്. നമ്മുടെ 4-in-1 ജംപ് സ്റ്റാർട്ടർ. പിന്നെ നമ്മളിവിടെ എല്ലാം അത്യാവശ്യം ചെറിയ ക്യാൻഡിൽസ് വെച്ചിട്ടുണ്ടേ. ജസ്റ്റ് കോറിഡോറൊക്കെ കാണാൻ വേണ്ടി. ഓക്കെ. പിന്നെ ഇവിടെ ഞങ്ങൾ നന്നായിട്ട് കത്തിച്ചുകൊണ്ട് നമുക്ക് ചൂടുവെള്ളവും എല്ലാം ഉണ്ട്. ഹീറ്ററുണ്ട്. ഹീറ്ററിൽ നമ്മൾ ഫയർ പ്ലേസിൽ കത്തിച്ചുകൊണ്ട്. പിന്നെ ഇത് ഫയർ പ്ലേസിൽ വെച്ച് ജസ്റ്റ് അപ്പുറത്തെ ഫയർ പ്ലേസിൽ ചൂടാക്കിയതാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് കഴിക്കുന്നത്. എനിക്ക് നോക്കിയേ, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലായെന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ട് വാങ്ങി വെക്കേണ്ട ഒരു ക്യാമ്പിംഗ് സ്റ്റൗ വാങ്ങി വെക്കണം. അപ്പം അതിനകത്ത് ചെറിയ ഗ്യാസ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്ടെന്നൊക്കെ ഫുഡൊക്കെ ചൂടാക്കാനും നമുക്ക് ഫയർ പ്ലേസിൽ ചൂടാക്കാൻ പറ്റും. എന്നാൽ പോലും ക്യാമ്പിംഗ് സ്റ്റൗ കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിളപ്പിക്കാം. അപ്പോൾ അതിൻ്റെ 2 ഗ്യാസ് കാറ്ററിജ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇത് ഇച്ചിരി സ്ലോ ആണ്. പക്ഷേ ക്യാമ്പിംഗ് സ്റ്റൗ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് തോന്നിയത് ഒരു എമർജൻസി, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടില്ലേ, എമർജൻസി ലൈറ്റ് വാങ്ങി വെക്കണം. ഇപ്പോൾ ഈ ടോർച്ച് ഇവിടെ അടിച്ചുകൊണ്ട് കിടക്കുന്നത് പോലെ ഒരു 1-2 എമർജൻസിയും കൂടെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ക്യാൻഡിൽ ഇരിപ്പുണ്ട്. പലപ്പോഴായിട്ട് ഞങ്ങൾ വാങ്ങിയ ക്യാൻഡിൽസ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നമില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഇതുവരെ ഇന്നലെ രാത്രി പോയല്ലേ കറണ്ട്? ഇന്നലെ രാത്രി പോയതാ. അപ്പം നമുക്ക് ഹീറ്റിനും അതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ചൂടുവെള്ളത്തിനും പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ ഇന്ന് വിചാരിക്കുന്ന ഹാളിൽ മെത്തയെല്ലാം എടുത്തിട്ട് അവിടെ ഫയർ പ്ലേസിൽ ഹീറ്റ് ഇട്ടിട്ട് അവിടെ കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. പിന്നെ ഫ്രിഡ്ജ് നമുക്ക് ഒരുപാട് തുറക്കാൻ പറ്റത്തില്ല. അതിനകത്ത് പ്രിസർവ് ചെയ്ത് വെക്കണം. അപ്പൊ കുഞ്ഞൂസ് ഇനിയിപ്പം മൊബൈലിന്റെ ഒക്കെ ചാർജ് തീരും. പക്ഷെ ഞങ്ങളിപ്പോൾ കഴിച്ചിട്ട് ഞങ്ങളുടെ പരിപാടി ഇപ്പം ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഡ്രൈവ് ചെയ്യാൻ പോവുക. കാരണം ഇവിടെ കറണ്ട് പോയി, റേഞ്ചും പോയി. അപ്പം ചിലപ്പോൾ ലിമറിക് സിറ്റിയിലൊക്കെ ഒരു ഡ്രൈവ് അടിച്ചിട്ട് വന്നാൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ റേഞ്ച് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ചുമ്മാ ഒരു ഡ്രൈവൊക്കെ പോയിട്ട് ഞങ്ങളൊരു 8 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വന്നിട്ട് കിടക്കും. നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പം കഴിക്കട്ടെ എന്തായാലും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചിട്ട് ഡ്രൈവിന് പോകണം. ഇപ്പം കാറ്റെല്ലാം സെറ്റിലായി കേട്ടോ. അപ്പം എനിക്കൊന്ന് നാളത്തോളം ഇനിയിപ്പം നാളെ കറണ്ട് വരുവാൻ ചാൻസ് ഉള്ളൂ എന്തായാലും. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. ഫ്രണ്ട്സ്, നമ്മൾ 6:30 കഴിഞ്ഞിട്ട് പുറത്ത് ഡ്രൈവൊക്കെ ചെയ്യാൻ വേണ്ടി പോയി കേട്ടോ. ഡ്രൈവൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴും കറണ്ടൊന്നുമില്ല. അപ്പം കുറച്ചുകൂടെ ഇരുട്ടി. അപ്പം ഞങ്ങളിപ്പം ചെയ്തേക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇവിടെ എല്ലാം ക്യാൻഡിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഓരോ സ്ഥലത്ത് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇൻഡോർ ക്യാമ്പിങ് പോലെ കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ റേഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ റേഡിയോ ഉണ്ടായതുകൊണ്ട് അതിൽ ബാറ്ററി ഉള്ള റേഡിയോ ആയതുകൊണ്ട് നമുക്ക് പാട്ട് കേട്ടോണ്ട് ഇങ്ങനെ സൈലൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. മറ്റേത് ഭയങ്കര സൈലൻസ് ആയിരുന്നു.
ഞാൻ വിഷുവിന് പറഞ്ഞു, വിഷുവിന് ഇന്നോട് ഡ്യൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഭയങ്കര സൈലൻസ് ജീവിക്കുന്ന 2 ദിവസമായിട്ട്. ഇന്നലെ മുതൽ വെട്ടത്തിന്റെ അല്ല, മെയിൻ സൈലൻസിന്റെ ഒരു കാര്യമാണ്. മൊബൈലാണെങ്കിലും നമുക്ക് ചാർജ് തീരാതെ വെക്കാൻ കൊണ്ട് നമുക്ക് മൊബൈലിലും പാട്ടിടാൻ പറ്റില്ല, ഇവിടെ റേഞ്ചും കുറവാണ്. അപ്പം ഞങ്ങൾ ഇപ്പം ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഹാളിൽ ഇതുപോലെ നമ്മുടെ ലിവിങ് റൂമിൽ മെത്തയൊക്കെ എടുത്തിട്ട് കുഞ്ഞൂസൊക്കെ അതിനകത്ത് ഇങ്ങനെ കിടക്കുവാണ്. പിന്നെ നമ്മളിവിടെ ചെറിയ ഇതെല്ലാം ബാറ്ററി ക്യാൻഡിലാണ് കേട്ടോ. പിന്നെ ഇവിടെ റേഡിയോ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ JBL Tuner 2 എന്നും പറഞ്ഞൊരു റേഡിയോ ഉണ്ട്. എന്ന് വെച്ചാൽ അയർലൻഡിലെ ന്യൂസൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വാങ്ങിയതായിരുന്നു. പിന്നെ ഞങ്ങൾ ഫയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫയറിൽ നിന്ന് നല്ല ചൂട് വരുന്നുണ്ട്. ലച്ചു അതിൻ്റെ മുകളിൽ കുക്ക് ചെയ്യാൻ വേണ്ടി ഓരോന്ന്, കുക്ക് ചെയ്യാനല്ല ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് റേഞ്ച് ഒന്നും ഇല്ല കേട്ടോ, റേഞ്ച് 3G ഉള്ളൂ. മോർണിംഗിൽ വരും. കുഞ്ഞൂസൊക്കെ ഇൻഡോർ ക്യാമ്പിങ് എൻജോയ് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് ഇപ്പം 2 വൈനൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഫുഡും ചൂടാക്കി കഴിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും കേട്ടോ, ലിവിങ് റൂമിൽ. അപ്പം ഇതൊരു എന്ന് വെച്ചാൽ ഒരു റയർ ഇവന്റ് അല്ലേ, അയർലൻഡിലെ തന്നെ ഏറ്റവും ഹെവി ആയിട്ടുള്ള സ്റ്റോം അടിച്ച അന്നത്തെ ഞങ്ങളുടെ ആ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് റെക്കോർഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു, ഞങ്ങളെങ്ങനെയാണ് ആ ഡേയ്സൊക്കെ കഴിച്ച് കൂട്ടിയെന്നുള്ളത്. അപ്പം ശരിക്കും ഞങ്ങൾ ലിമറിക്കിലേക്ക് ഡ്രൈവ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അങ്ങനെ വലിയ സീനൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ സ്റ്റോം എഫക്റ്റ് ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഹെവി സ്റ്റോമായിട്ട് കാറ്റായിട്ട് എഫക്റ്റ് ചെയ്തില്ല. പക്ഷേ നമുക്കിങ്ങനെ കറണ്ട് പോയി. അപ്പോൾ കറണ്ട് ഏകദേശം 7 ലക്ഷത്തോളം അടുപ്പിച്ച് വീടുകൾക്ക് കറണ്ട് ഇല്ല എന്നാണ് ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തത്. അപ്പം അത് ചിലപ്പോൾ മെയിനായിട്ട് എവിടെയെങ്കിലും ഒരു കറണ്ട് കട്ടായാൽ തന്നെ ആ സബ് ഡിവിഷനിലുള്ള എല്ലാം പോകുമല്ലോ, അങ്ങനെ എന്തെങ്കിലും പോയതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ റാപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാപ്പൊക്കെ ഞങ്ങളിങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ വൈനൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നിവിടെ നൈറ്റ് ഇവിടെ കിടക്കും. എന്നിട്ട് മോർണിംഗ് നമുക്ക് നോക്കാം കറണ്ടൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പം എന്തായാലും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസുകളാണ് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ക്യാൻഡിൽസ് ഒക്കെ വെച്ച് ഞങ്ങളിങ്ങനെ ഇൻഡോർ ക്യാമ്പിങ് എൻജോയ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉടനെ തന്നെ ഒരു ക്യാമ്പിംഗ് സ്റ്റവും കൂടെ വാങ്ങും. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒരു ഡിപ്പെൻഡൻസി ഇല്ല, കാരണം ഞങ്ങൾക്ക് ആവശ്യത്തിന് ഹീറ്റ് ഉണ്ട്, ചൂടുവെള്ളം ഉണ്ട്. പിന്നെ വേഗം ഇത് അത്യാവശ്യം ചൂടാക്കാനല്ല, പക്ഷെ ഇച്ചിരി സ്ലോ ആയിട്ടുള്ള പരിപാടിയാണ്. സ്ലോ ആയിട്ട് വരത്തുള്ളൂ. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കുക്കിംഗ് കൂടെ ചെയ്താൽ നമുക്ക് ഇവിടെ ഒരാഴ്ച കറണ്ട് പോയാലും പ്രശ്നമില്ല. വീടും ഹീറ്റ് ആവും, സിറ്റിയിലേക്ക് പോയി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം, വീട് ഹീറ്റ് ആവും എല്ലാം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള എല്ലാം ഞങ്ങൾക്ക് ഇപ്പൊ സർവൈവ് ചെയ്യാനും പ്രശ്നമൊന്നുമില്ല. അപ്പം ഇപ്പം സിറ്റിയിലാണെങ്കിലും ചില ഏരിയയിൽ കറണ്ട് ഉണ്ട്, പക്ഷെ ചില ഏരിയയിൽ സിറ്റിയിൽ കറണ്ട് ഇല്ല. അപ്പം അതും ഡിപ്പെൻസ് ആണ്. പിന്നെ അവിടെയൊക്കെ പെട്ടെന്ന് റിക്കവർ ആവുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഉള്ള താഴത്തെ, അപ്പോൾ ഓരോരോ ഏരിയയിൽ ഓരോ രീതിയിലാണ് റിക്കവറി വരുന്നത്. പിന്നെ ഇവരെയും നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അവർക്കും ഫാമിലി ഉണ്ട്. അപ്പോൾ അവരുടെ സേഫ്റ്റി അനുസരിച്ചാണ് ഇവർ റിക്കവറിക്കും പോകുന്നത്. അപ്പം ഇതൊരു അയർലൻഡിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഹെവി സ്റ്റോം ആയിരുന്നല്ലോ. അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് അവർക്കും അറിയത്തില്ല. പക്ഷെ അവർ നല്ല രീതിയിലെല്ലാം മികച്ച രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തത് സ്റ്റോം ഏരിയയിലുള്ള എന്ന് വെച്ചാൽ കോസ്റ്റൽ ഏരിയയിലുള്ള ആ സ്ഥലങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോന്നിൻ്റെ ലിഡിലിൻ്റെയൊക്കെ റൂഫൊക്കെ, ഓരോ സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ റൂഫൊക്കെ പറന്നു പോയതും, പിന്നെ അതുപോലെ പ്രത്യേകിച്ച് ഗോൾവേ അതിൻ്റെ മുകളിലോട്ടുള്ള വെസ്റ്റേൺ റീജിയനിൽ, വെസ്റ്റേൺ അറ്റ്ലാന്റിക് കോസ്റ്റിൽ വരുന്ന സ്ഥലങ്ങളിൽ അറൗണ്ട് 200 km/h കാറ്റ് ഹിറ്റ് ചെയ്തത്. പിന്നെ ഗോൾവേയിലൊക്കെ ആണെങ്കിൽ 168 km/h വിൻഗട്സ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഇവിടോട്ട് വന്നപ്പം 141 ആയിരുന്നു മാക്സിമം. ഞങ്ങളുടെ ഇങ്ങോട്ട് കുറച്ചുകൂടെ കുറഞ്ഞു, 130 അങ്ങനെയൊക്കെ, കാരണം ഞങ്ങൾ കുറച്ചുകൂടെ ഇൻലാൻഡ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നത്തെ ദിവസം നൈറ്റിൽ ഇങ്ങനെ എൻജോയ് ചെയ്യും കേട്ടോ. ഇങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങൾക്ക് ഇൻഡോർ ക്യാമ്പിംഗ് ആണ്. പിന്നെ പുറത്ത് അടിപൊളി ക്ലിയർ സ്കൈ ആണ്. ഇപ്പോൾ ഇഷ്ടം പോലെ സ്റ്റാർസിനെ കാണാം. പക്ഷേ നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞങ്ങളുടെ ഇവിടെ എയർ പൊല്യൂഷൻ ഭയങ്കര കുറവാണ്. അപ്പം അതുകൊണ്ട് ഭയങ്കരമായിട്ട് കിട്ടില്ലമായിട്ട് ക്ലിയർ സ്കൈ ആണ്. അപ്പം അടിപൊളി സ്റ്റാർസിനെ കാണാം. അപ്പം എന്ന് വെച്ചാൽ ഒത്തിരി സ്റ്റാർസ്, ഒത്തിരി എന്ന് വെച്ചാൽ സ്കൈ നിറച്ച് സ്റ്റാർസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റും. പക്ഷേ എത്രത്തോളം ഈ ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ ഡ്രൈവേയിലെ ചെറിയ സോളാർ ലൈറ്റുകളാണ്. അതിപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ കത്തുന്നുണ്ട്. മുകളിലോട്ട് കാണിച്ചാൽ നിങ്ങൾക്കത്
എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒട്ടും കാണത്തില്ല, പക്ഷേ ഫുള്ള് സ്റ്റാർസാണ് കേട്ടോ. ഫുള്ള് സ്റ്റാർസാണ്. എനിക്ക് പ്രോപ്പറായിട്ട് ഐസ് കൊണ്ട് എനിക്ക് കാണാൻ പറ്റും, പക്ഷേ ക്യാമറയിൽ അത്രയും പകർത്താനായിട്ട് ആയിട്ടില്ല. അപ്പോൾ ആ സ്റ്റോം ഒഴിഞ്ഞു പോയിട്ട് സെറ്റിലായപ്പം സ്കൈ ഒക്കെ ഭയങ്കരമായിട്ട് ക്ലിയറായി. അപ്പം നൈറ്റ് ഭയങ്കരമായിട്ട് ക്ലിയർ സ്കൈ ആയതുകൊണ്ട് ഇഷ്ടം പോലെ സ്റ്റാർസിനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഞങ്ങളുടെ ഇവിടെ എയർ പൊല്യൂഷനൊക്കെ ഭയങ്കര കുറവാണ്, ഞങ്ങൾ കൗണ്ടി സൈഡ് ആയതുകൊണ്ട്. അപ്പം ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലിയറായിട്ട് സ്കൈ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ ഈ അറോറ വന്നാലും ഞങ്ങൾക്കത് ക്ലിയറായിട്ട് വിസിബിൾ ആവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഗുണമുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളകത്ത് പോയിട്ട് ഞങ്ങളുടെ നൈറ്റ് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ രാവിലെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, കറണ്ട് വരുമോ അത് എപ്പോഴാണ് വന്നതെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഒരു റയർ ഇവൻ്റ് ആയിരുന്നു ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉണ്ട് ഒരു ചെറിയ FM ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് ഞങ്ങൾ കിടക്കുവാണ്. കുഞ്ഞസും ലച്ചുമൊക്കെ കിടന്നു. നല്ല ഫയറിൻ്റെ ചൂടും വെച്ചിട്ട് നമ്മൾ കിടക്കുക കേട്ടോ. നല്ല ലിവിങ് റൂമിൽ നല്ല രസമാണ്. തീയുടെ ആ ഒരു ആംബിയൻസും ചെറിയൊരു മ്യൂസിക്കും FM ഒക്കെ ഉണ്ടായതുകൊണ്ട് നല്ല രസം. ശരിക്കും ഭയങ്കര ചൂടുള്ള സ്ഥലത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ AC ഇല്ലാതെ കിടക്കുന്നതിനെക്കാട്ടിയും മച്ച് എന്ന് വെച്ചാൽ ഒത്തിരി ബെറ്ററാണ്. തണുത്ത രാജ്യത്ത് കറണ്ട് പോയിട്ട് ഹീറ്റർ ഇല്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിലും കിടക്കാം. 2 പുതപ്പ് പുതച്ചാലും നല്ല സുഖമായിട്ട്. ചൂടുള്ളിടത്ത് നമുക്ക് AC വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കേട്ടോ, മറ്റുള്ളവർക്ക് പറ്റുമായിരിക്കും, നമുക്ക് പിന്നെ AC ഇല്ലാതെ നമ്മളുടെ ഒരു കംഫർട്ടബിൾ ടെമ്പറേച്ചർ കിട്ടാതെ നമുക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ തണുത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് കുറേ ലെയറൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിടക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് പിന്നെ ഹീറ്റിംഗ് ഉണ്ട്, ഹീറ്റർ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ഹീറ്റാണ്. ഇത് അണഞ്ഞു പോയാലും കുറേ നേരം നമുക്ക് ഹീറ്റ് തരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കോസിയായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം ഇതാണ് സ്റ്റോം ഇയോൺ അന്നത്തെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കോസ്റ്റയിലേക്ക് ഡ്രൈവ് ചെയ്ത് വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചേക്കുക. ചോക്ലേറ്റും പോപ്കോണും കുഞ്ഞൂസ് കഴിക്കുക. പിന്നെ ഞങ്ങൾ വാങ്ങിയതൊരു ഞങ്ങളൊരു കേക്ക് വാങ്ങി, ക്രീം അതിൻ്റെ കൂടെ ടോപ്പ് ചെയ്യാൻ വേണ്ടി, ഒരു മോക്ക, പിന്നെ ഒരു ചിപ്സ്, പിന്നെ ഒരു ഗ്രീൻ ടീ, സിട്രസ് ബേസ് ചെയ്തിട്ടുള്ളൊരു ഫ്ലേവറുള്ളൊരു ഗ്രീൻ ടീ കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ഡ്രൈവ് ചെയ്ത് വൈകിട്ടത്തെ ഫുഡ് പാഴ്സൽ എന്തെങ്കിലും വാങ്ങിയിട്ട് വീട്ടിൽ പോകും കേട്ടോ. എന്നിട്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഞങ്ങൾ ഇതുവരെ ഇറങ്ങുന്ന സമയം വരെ ഞങ്ങൾക്ക് കറണ്ട് ഇല്ല. ഇനി കറണ്ട് വരുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ല. അപ്പം എന്തായാലും പാഴ്സൽ എടുത്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ വീട്ടിൽ ചെന്ന് ചൂടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ നമുക്ക്, ലച്ചുവിനും കുഞ്ഞൂസിനും കേട്ടോ. എന്നിട്ട് നൈറ്റിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കോസ്റ്റയിലൊക്കെ ഇതുപോലെ നമുക്ക് ഒരുപാട് നേരം വന്ന് ഇങ്ങനെ 2 കോഫിയൊക്കെ എടുത്താൽ അങ്ങനെ ഇരുന്ന് കഴിച്ച് അങ്ങനെ ചാർജൊക്കെ ചെയ്ത് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് റേഞ്ചും വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി കുറച്ച് കോൾസൊക്കെ അത്യാവശ്യം ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിക്കണം, അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അങ്ങ് വീട്ടിൽ പോകും. അപ്പോൾ എന്തായാലും റിലാക്സ് ചെയ്തിരിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ മൊബൈലൊക്കെ കോസ്റ്റയിൽ പോയി ചാർജ് ചെയ്തിട്ട് ഫുഡ് പാഴ്സലും എടുത്ത് വീട്ടിൽ വന്ന് കഴിച്ചിട്ട് ഞാൻ നൈറ്റിന് പോയി കേട്ടോ. നൈറ്റിന് പോയിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ആണിത്. ഞാൻ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഇന്നും ഇവിടെ ഒരു സ്റ്റോം വാർണിംഗ് ഉണ്ട്. അതൊരു യെല്ലോ വാർണിംഗ് മാത്രമേ ഉള്ളൂ. ഹെർമേനിയ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്റ്റോം. അപ്പോൾ അതിൻ്റെ മഴയായി കാണുന്നത്. മഴ മാത്രമേ ഉള്ളൂ, മറ്റേ അല്ലാതെ ഭയങ്കര കാറ്റും ഉണ്ട്, പക്ഷേ അല്ലാതെ ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല.
അപ്പോൾ ഹെർമേനി എന്നും പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോമും നമ്മുടെ സ്റ്റോം ഇയോണിൻ്റെ കൂട്ടത്തിൽ ഫോളോ അപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇവിടെ കറണ്ട് ഇപ്പോഴും വന്നിട്ടില്ല. അപ്പം നമ്മൾ തടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കത്തിച്ചിട്ടാണ് സർവൈവ് ചെയ്തത്. അപ്പം ലച്ചു ഇന്നലെ കിടന്നപ്പോഴും തടി ഇട്ടിട്ട് കിടന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നല്ല കോസിയായിട്ട് തടി കത്തിച്ചിട്ട് കിടന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ രാവിലെ ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി വന്നിട്ട് ഇച്ചിരി നേരം, എനിക്ക് ഇന്ന് ഓഫാണ്, ഇച്ചിരി നേരം കിടന്നുറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും ഇന്നലെ ഇറങ്ങിയതുപോലെ പുറത്തേക്ക് ഇറങ്ങി മൊബൈലൊക്കെ ചാർജ് ചെയ്ത് ഫുഡ് എന്തെങ്കിലും പാഴ്സൽ എടുക്കണമെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് വരുമോ അങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യും. അപ്പോൾ ശരിക്കും ഇതുവരെ ഉള്ളൊരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 23 ഈവനിങ് ആണ്. ഏകദേശം ഒരു 12 മണി, രാത്രി 1 മണി, രാത്രി 23 രാത്രി 12 മണിയോടെയാണ് സ്റ്റോം പതുക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു 24 ഇയർലി മോർണിംഗ് ഒരു 1 മണി 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ നല്ല പീക്കായി. പിന്നെ ഏർലി മോർണിംഗ് കറണ്ടും പോയി. നമ്മുടെ പലയിടത്തും പല ടൈമിലാണ് കറണ്ട് പോയത് കേട്ടോ. ഇപ്പോഴും 4 ലക്ഷത്തി സംതിങ് ആൾക്കാർക്ക് ഇപ്പോഴും കറണ്ട് കിട്ടാനുണ്ട്. ബാക്കിയുള്ളവർ റിക്കവർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം 24 ഫുള്ള് സ്റ്റോം കറണ്ട് പോയിട്ട്, ഏർലി മോർണിംഗ് കറണ്ട് പോയിട്ട് 24 ഫുള്ള് കറണ്ട് ഇല്ലാതെ, അതുപോലെ 25 ഫുള്ള് കറണ്ട് ഇല്ലാതെ, ഇപ്പോൾ 26 ആണ് ഇന്ന്, 26 ജനുവരി. അപ്പം ഇന്നും ഇനി നൈറ്റിൽ 9 മണിക്ക് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 29th അവർ എസ്റ്റിമേറ്റഡ് ടൈം പറയുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ ഷോപ്പിലൊക്കെ ചോദിച്ചപ്പം. അതുപോലെ പവർ ചെക്ക് എന്നും പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്തൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എപ്പോഴാണ് കറണ്ട് വരുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫയർ പ്ലേസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ സർവൈവ് ചെയ്തു. ചൂടുവെള്ളത്തിനും ഈ പറഞ്ഞ പോലെ കോസിയായിട്ട് കിടക്കാനും എല്ലാത്തിനും. കുഞ്ഞൂസും ലച്ചുമൊക്കെ ഇവിടെ തന്നെയാണ് കിടന്നതും എല്ലാം. 23 ഈവനിങ് അല്ലായിരുന്നു അവിടെ സ്റ്റോം അടിച്ചത്? 23 ഈവനിങ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഈവനിങ് എന്ന് വെച്ചാൽ 12 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 23 ഒരു 11, 11:30, 12 മണിയോടെ സ്റ്റോം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഏർലി എന്നിട്ട് മോർണിംഗ് ആയപ്പോഴാണ് ശക്തമായത്, 24 ഏർലി മോർണിംഗ്. അപ്പോൾ 24 ഏർലി മോർണിംഗിൽ നമുക്ക് കറണ്ട് പോയി. ആ 24 ഫുൾ ഡേ, 25 ഫുൾ ഡേ, ഇത് 26 ഇതുവരെ വന്നിട്ടില്ല. ഇതിപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന 10 മണിക്കാണേ, 10:15 അപ്പം എനിക്ക് ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് നേരം ഉറങ്ങാൻ പോവാ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട്. ആണോ? ഓക്കെ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇപ്പം വീടുകളൊക്കെ വാങ്ങിയപ്പം, ഇപ്പം നമ്മളെ വീട് വാങ്ങിച്ചപ്പോൾ നമ്മളിപ്പം ഈ ഫയർ പ്ലേസും മറ്റേ സ്റ്റൗവും ഒക്കെ എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ആശ്രയിക്കേണ്ടി വന്നേനായിരുന്നു. തണുപ്പ് കയറും, ഹീറ്റിങ്ങും സ്റ്റൗമൊക്കെ വരുമ്പോൾ എന്തായാലും നല്ല തണുപ്പും കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ഫയർ പ്ലേസും കത്തിച്ച് ഇവിടെ കിടക്കുമ്പോൾ ഉള്ള സുഖം ഉണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് നല്ല കോസിയാ. ഇന്നലെയൊക്കെ ഞാൻ ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു 6:30 മുതൽ ഈ തീ ഞാൻ കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് അത് ഇട്ട് കൊടുത്ത് 1:30 വരെ കത്തുന്നുണ്ടായിരുന്നു. അപ്പം അത് തന്നെ സ്റ്റോപ്പായപ്പം എന്ന് വെച്ചാൽ ആ തീ കത്തി അണഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉറങ്ങിപ്പോയി. 1:30 ആയപ്പോൾ ഞാൻ ചെറുതായിട്ട് എണീറ്റപ്പം ചെറിയൊരു തണുപ്പ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഓഫായി. ഞാൻ പിന്നെ വീണ്ടും വുഡും മറ്റേ ബാക്കിയുള്ള സാധനങ്ങളും ടോപ്പപ്പ് ചെയ്തപ്പോഴത്തേനും വീണ്ടും നല്ല ചൂടായിട്ട് നല്ല കോസിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നല്ല കോസിയാണ്. കാരണം നമ്മുടെ റേഡിയേറ്റർ ഹീറ്റ് ആവുന്നതിനേക്കാൾ വേറൊരു സുഖമാണ് ഫയർ പ്ലേസ് ഹീറ്റായിട്ട് അവിടെ കിട്ടുന്ന ആ ഒരു കോസിയായിട്ടുള്ള ഫീല്. അപ്പം എഴുന്നേക്കാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കുഞ്ഞൂസിനിപ്പോ എന്താന്നറിയോ, കുഞ്ഞൂസ് പറഞ്ഞ നമ്മുടെ സ്റ്റോം എല്ലാം കുറഞ്ഞിട്ട് നമുക്ക് ക്യാമ്പിങ്ങിന് പോകണം. ഞങ്ങൾക്കൊരു ക്യാമ്പിംഗ് സ്റ്റവും കൂടെ വാങ്ങാൻ പറ്റിയില്ല നേരത്തെ. അതുകൊണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഫുഡും പ്രിപ്പയർ ചെയ്ത് കഴിക്കായിരുന്നു. ഇതില് ഫുഡ് ഇതില് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ വേറൊരു ഇത്
നമുക്ക് സ്റ്റവ് വാങ്ങേണ്ടത് ഒരു മാൻഡേറ്ററി അല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്കിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോയി സിറ്റിയിലോ അല്ലെങ്കിൽ സെൻട്രലിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ റാപ്പും ഫുഡ് കിട്ടും, എല്ലാം കിട്ടും. നമ്മൾ അതെല്ലാം കഴിക്കുന്നതായതുകൊണ്ട് നമുക്ക് അതൊരു ഇഷ്യൂ ഇല്ല. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഹീറ്റിംഗ് ആണ് നമുക്ക് ഒരു വീട്ടിൽ വേണ്ടത്. ഫുഡ് നമുക്ക് ഔട്ട് സൈഡിൽ കിട്ടും, പക്ഷെ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം പവർ ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പക്ഷെ നമുക്ക് ഫയർ പ്ലേസ് ഉള്ളത് കൊണ്ട് നമ്മൾ ശരിക്കും സർവൈവ് ചെയ്തു. അപ്പം വീട് വാങ്ങുന്നവരൊക്കെ അങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ മാക്സിമം അത് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പവർ ഇല്ലാത്ത ഒരു ഇഷ്യൂ നമുക്ക് വരത്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ലോങ് ടൈം ആയിട്ട് എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിലൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 26-ാം തീയതി ഞാൻ നൈറ്റൊക്കെ കഴിഞ്ഞ് വന്ന് ഇച്ചിരി നേരം കിടന്നുറങ്ങി. ഇപ്പം എഴുന്നേറ്റ് ഞങ്ങൾ പുറത്ത് പോയി ചാർജൊക്കെ ചെയ്തിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്ക് കറണ്ട് വന്നു. അതെ, കറണ്ട് വന്നു കേട്ടോ. വീട്ടിലുണ്ട്. ആ ശരിയാ, കറണ്ട് വന്നു. അത് കീക്ക് അടിക്കുന്നത് എന്തോ? ഓ, ഫ്രിഡ്ജാ അല്ലേ? ആ, ഫ്രിഡ്ജൊക്കെ സൗണ്ട് കേൾക്കുക, ടെമ്പറേച്ചർ കുറവായോണ്ട്. ആ, അവിടെ എല്ലാം കറണ്ട് വന്നു. ആ, കൊള്ളാലോ. ഇനിയിപ്പം നമുക്ക് പോകണമെന്നില്ല സത്യം പറഞ്ഞ. ടി വിയിലും വന്നു. ആ, എല്ലായിടം പരിപാടി കറണ്ട്. ആ, ബെഡ് കോൾഡാ. അവിടെ എല്ലാം ഇനി ഹീറ്റർ ഓണോ അവിടെ. എല്ലായിടും ലൈറ്റ് വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് പോകണമെന്നില്ല. ഞങ്ങൾ ചാർജ് ചെയ്യണമെന്നൊക്കെ ഒരു മൈൻഡിൽ ഇറങ്ങിയതാണ്. പക്ഷേ എന്തായാലും ഞങ്ങൾ റെഡിയായി ഇറങ്ങുമല്ലേ. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് വരാം. കാരണം ഇന്ന് ഞങ്ങൾക്ക് ഓഫാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഹീറ്റൊക്കെ ഇട്ട് ഞാൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങുമായിരുന്നേ. ഇപ്പം 3 മണിയായി ഉച്ചയ്ക്ക്. ഇവിടെ ചൂടൊക്കെ ഇട്ടിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. നല്ല രസം ഇവിടെ കിടക്കുന്ന ഉറങ്ങാൻ, ചൂടൊക്കെ ഇട്ടിട്ട്. അപ്പം ഇനിയിപ്പം കറണ്ട് ഉണ്ടായതുകൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ പോയി ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ച് പതുക്കെ എന്തായാലും വരാം. എന്നിട്ട് ഇന്ന് ഓഫായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ശരിക്കും സ്റ്റോം ഇയോൺ എന്ന് പറയുന്ന അയർലൻഡിലെ ഇതുവരെ അടിച്ച ഏറ്റവും സ്പീഡ് കൂടിയ സ്റ്റോം. യെസ്, അയർലൻഡിൽ ഇതുവരെ അടിച്ച ഏറ്റവും സ്പീഡ് കൂടിയ സ്റ്റോമിൻ്റെ ഒരു ഫുൾ സ്റ്റോറിയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇത് നല്ല ലോങ് വീഡിയോ ആയിരിക്കും. അപ്പം ചിലയിടങ്ങളിൽ 140 മുതൽ 130 മുതൽ 200 കിലോമീറ്റർ സ്പീഡ് വരെ വിൻഗട്സ് ഉണ്ടായിരുന്നു. കാറ്റഗറി 3 ഇക്വലൻ്റ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തിരുന്നത്. സ്റ്റോം ഇയോൺ കഴിഞ്ഞിട്ട് അതിനെ ഫോളോ ചെയ്ത് ഹെർമേനിയ എന്നും പറഞ്ഞൊരു ചെറിയ സ്റ്റോം കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 സ്റ്റോമായിരുന്നു. അത് യെല്ലോ വാർണിംഗ് ആയിരുന്നു. സ്റ്റോം ഇയോൺ എല്ലാവർക്കും റെഡ് വാർണിംഗ് ആയിരുന്നു. ഗോൾവേക്ക് മുകളിലേക്ക് ആണ്, ഗോൾവേയും അതിന് മുകളിലേക്കുള്ള നോർത്തേൺ റീജിയൻ്റെ വെസ്റ്റേൺ കടലിൻ്റെ സൈഡുകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അപ്പം സ്റ്റിൽ ഓരോ സ്ഥലത്തും കറണ്ട് അവർ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്കെന്തായാലും അപ്പോൾ എത്ര ദിവസം ഉണ്ടായിരുന്നല്ലേ? 24, 25, 2.5 ദിവസം ഉണ്ടായിരുന്നല്ലേ? 2.5 ദിവസം ഞങ്ങൾ പവർ ഇല്ലാതെ ഇവിടെ സർവൈവ് ചെയ്തു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് വാട്ടറിന് പ്രശ്നമൊന്നും വന്നില്ല ഇതുവരെ. പവർ മാത്രമേ ഞങ്ങൾക്ക് പോയുള്ളൂ. പിന്നെ ചൂടിന് ഞങ്ങൾക്ക് ചൂടാക്കിയാൽ ചെറിയ ചൂടുവെള്ളം വരും. പക്ഷെ നമ്മൾ അത് എക്സസ് ആയിട്ട് യൂസ് ചെയ്തില്ല. കാരണം ടാങ്കിൽ ഓൾറെഡി കളക്ട് ചെയ്തേക്കുന്ന വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്നത്. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മോട്ടർ ഇല്ലാതെ അങ്ങോട്ട് എങ്ങനെ കയറുമെന്നുള്ള അറിയത്തില്ലായിരുന്നു, ഉറപ്പില്ലായിരുന്നു. അപ്പം ശരി, അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇത് വലിയ വീഡിയോ ആയിരിക്കും, കാരണം ഞങ്ങൾക്ക് ഇതൊരു മെമ്മറി ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പം വലിയൊരു വീഡിയോ ആയിരിക്കും. അപ്പം എന്തായാലും അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.